നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBSൽ BSc നഴ്സിംഗിൻ്റെയും പാരാമെഡിക്കൽ കോഴ്സുകളുടെയും അഡ്മിഷന് വേണ്ടി +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയുടെ മാർക്കാണ് പരിഗണിക്കുന്നത്. +1 മാർക്ക് ഇതിനുവേണ്ടി പരിഗണിക്കില്ല. ടൈ വരുന്ന സാഹചര്യത്തിൽ, അതായത് ഒരേ മാർക്ക് തന്നെ ഒരുപാട് കുട്ടികൾക്ക് വരികയാണ് എങ്കിൽ റാങ്ക് നിർണ്ണയിക്കുന്നതിന് വേണ്ടി ഇംഗ്ലീഷിൻ്റെ മാർക്ക് പരിഗണിക്കും. അതിനുശേഷവും ഒരേ മാർക്ക് തന്നെയാണ് വരുന്നത് എങ്കിൽ +1 മാർക്കും പിന്നീട് വയസ്സിൻ്റെ അടിസ്ഥാനത്തിലും ആണ് റാങ്ക് നിർണ്ണയിക്കുന്നത്. കേരള സിലബസിൽ ഉള്ള കുട്ടികൾക്ക് +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവ 120 മാർക്കിൽ നിന്നാണ്. ഒരു കുട്ടിക്ക് ഓരോ വിഷയങ്ങൾക്കും 120 നിന്ന് എത്ര മാർക്ക് വീതമാണ് കിട്ടിയിരിക്കുന്നത്, അങ്ങനെ 3 വിഷയങ്ങളുടെയും ടോട്ടൽ കാണുക. ഇങ്ങനെ 3 വിഷയങ്ങളുടെയും കൂട്ടിക്കിട്ടുന്ന ടോട്ടൽ മാർക്കിനെ 1.2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന മാർക്കാണ് 300-ലുള്ള ഇൻഡെക്സ് മാർക്ക്. LBSൽ 300-ൽ നിന്നുള്ള മാർക്കാണ് റാങ്ക് നിർണ്ണയിക്കുന്നതിന് വേണ്ടി പരിഗണിക്കുന്നത്. CBSE സിലബസിലുള്ള കുട്ടികൾക്കും ICSE സിലബസിലുള്ള കുട്ടികൾക്കും ഓരോ വിഷയങ്ങളും 100 മാർക്കിൽ നിന്നാണ്. അതുകൊണ്ട് അവരുടെ ഓരോ വിഷയങ്ങളുടെയും മാർക്കിനെ ഡയറക്റ്റ് തന്നെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അതിനെ 1.2 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് ടോട്ടൽ 300-ൽ തന്നെയുള്ള മാർക്കാണ് കിട്ടുന്നത്. സ്റ്റേറ്റ് സിലബസിലുള്ള കുട്ടികൾക്ക് 120-ൽ നിന്നായതുകൊണ്ട് അവർക്ക് ടോട്ടൽ ചെയ്യുമ്പോൾ 360 ആണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് അതിനെ 300-ലേക്ക് മാറ്റുന്നതിന് വേണ്ടി 1.2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വിഷയങ്ങൾക്ക് ഓരോന്നിനും കിട്ടിയ മാർക്കിനെ ടോട്ടൽ ചെയ്തപ്പോൾ 335 ആണ് കിട്ടിയിരിക്കുന്നത്. 335-നെ 1.2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 279.16 ആണ് കിട്ടിയത്. ഈ മാർക്കാണ് 300-ലുള്ള ഇൻഡെക്സ് മാർക്ക്. ഇങ്ങനെയാണ് LBSൽ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ കിട്ടുന്ന മാർക്കിൻ്റെ പെർസെൻറ്റേജ് കാണുന്നതിന് വേണ്ടി ടോട്ടൽ മാർക്കിനെ 300 കൊണ്ട് ഡിവൈഡ് ചെയ്ത ശേഷം 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. CBSE സിലബസിലുള്ള കുട്ടികളുടെയും ICSE സിലബസിലുള്ള കുട്ടികളുടെയും 3 വിഷയങ്ങളുടെയും ടോട്ടൽ മാർക്കിനെ 300 കൊണ്ട് ഡിവൈഡ് ചെയ്ത ശേഷം 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവരുടെ മാർക്കിൻ്റെയും പെർസെൻറ്റേജ് കിട്ടും.